ഞാൻ കാരണമാണോ ബാംഗ്ലൂർക്ക് പെട്ടെന്ന് തിരിച്ചു പോണേ? അതെ. കല്യാണി എനിക്കൊരു വാക്ക് തരണം. കല്യാണമായാലും എന്നെ അറിയിക്കരുത്. വൈ? ഐ സ്റ്റോപ്പ് ട്രൈങ്. നിനക്ക് ഇഷ്ടമുള്ള ബജി ഇതല്ലേ മോളെ? ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാ. എത്തിയിട്ട് വിളിക്കാം അമ്മ. കയറിക്കോളൂ. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം മറക്കല്ലേ. ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. ബൈ. അടുത്ത ആഴ്ചത്തെ കാര്യല്ലേ, നീ എന്തിനാ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നുമില്ല, എന്നാലും ദേ സുധിയേട്ടൻ. ആ എന്തായി? ആ ഇല്ലില്ല, വിസിറ്റിംഗ് മിസ് അല്ല പോണല്ലോടാ. അതെ സുധിയേട്ടാ, 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. ആലോചിച്ചിട്ട് വിളിക്കേ. അതൊക്കെ ശരിയാവും. ശരിയാതെ അവിടെ പോകാനാ. തത്തമംഗലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കാണ്ടത്ര എന്തുവല്ലോട്ടാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം. പറ്റുമോ? നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ? ഇവൻ നമ്മടുക്കത്ത് കാശ് മേടിക്കും. കാശുണ്ടല്ലോ, നീ കൊടുത്തോ? ദോശരടാ. അവന്റെ വളിച്ച ചിരി. വാ വാറ. നീ ഇത് എവിടേക്കാത്? ഒന്ന് കൊടൈക്കനാൽ വരെ. കൊടൈക്കനാലിലേക്കോ? അതെ, നാളെ പുലർച്ചെ പോവാ. മോഹനും ബിജു ഒക്കെ വരണുണ്ട്. ബൈക്കിലാണ് ഞങ്ങൾ പോണേ. ബൈക്കിലോ? അപ്പൊ നിനക്ക് സ്കൂളില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറുപ്പ് സാറ് തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ ജോലി. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ ആസ്മയ്ക്ക് കൊടൈക്കനാൽ ശരിയാവോടാ? വെറുതെ ഓരോ പുലിവാല് പിടിച്ചു വെക്കണ്ട. വല്ലതും വന്നാ ഇവിടെ നോക്കാൻ കൂടി ഒരാളില്ല. ഒന്നും വരില്ല. അങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ അതും ശരിയാ. ഒന്നാലോചിച്ചാ തുടങ്ങി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ. എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഇവളുടെ ഒരു കാര്യം. അമ്മ വിഷമിക്കണ്ടോ, ഇത് 2 ദിവസത്തെ കാര്യമുള്ളൂ. ശ്രീദേവി ടീച്ചർ വന്നിരിക്കണോ? കയറിയിരിക്കാൻ പറഞ്ഞപ്പോ വേണ്ടാന്ന്. എന്താ അറിയില്ല. എന്താ മേഡം? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എന്താ സുധി? കഴിഞ്ഞ കുറെ വർഷമായിട്ട് PTA ഫണ്ട്, കോമൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാ പോയത്? എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സുധി അറിയാതെ നടക്കുമോ? നമ്മളെ വിശ്വസിച്ച സുധി ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. ശരിയാണോ ഈ ചെയ്തതൊക്കെ? സത്യമായിട്ട് എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്ത് വലിയൊരു വഴക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാളെ എനിക്കിത് വിജയ് സാറിനോട് സംസാരിക്കേണ്ടി വരും. പിന്നെ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സുധി, നിന്നെ എനിക്ക് രക്ഷിക്കാനാവില്ല. നീ സംഭവം എന്താ അന്വേഷിച്ച് നോക്ക്. കൊടൈക്കനാൽ പോക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം.
മോളെ താരേ എടാ വിളിച്ച ആ കുട്ടിക്ക് കേക്കില്ലല്ലോ. മോളെ മോള് നോക്ക് ഒന്നുമില്ല കേട്ടോ. മോന എന്താണ് നീ ഇവള് വീട്ടിൽ കൊണ്ട് വിട്. ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? സാർ പ്ലീസ് ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് മാഡം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നാളത്തെ PTA മീറ്റിംഗിൽ മെയിൻ അജണ്ട അത് തന്നെയാ. പൊട്ടിയായ മോൾക്ക് ഒരു അവതാരം ചെയ്തു കൊടുത്തപ്പോ തല കയറി വെട്ടാൻ നോക്ക്. ഈ കുറിപ്പിനെ ശരിക്കും അറിയില്ല അവൾക്ക്. സാർ നീ ഒന്നും പറയണ്ട. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അത് വേണോ? നീ അത് മറന്നേക്ക്. നിനക്കൊന്നും അറിയില്ല, മനസ്സിലായല്ലോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടി എടുക്കണോ? തന്റെ മുഖത്ത് കണ്ടില്ലടോ? കണ്ടില്ല. എന്തിനാ അവൻ നിന്നെ വിളിപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. എന്തെങ്കിലും അവൻ അറിഞ്ഞോ പിന്നെ നീയില്ല. വാ തുറന്ന കുന്നുകളെന്നായേ. വടസുതി, എന്തെടിയാടോ താനടിച്ചേ? സോറി സാർ. ഞാൻ ഒരു തമാശ പറഞ്ഞാടോ. താനിരിക്കും. താന്ന് വെച്ചിരിക്കടോ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. തന്നെ എല്ലാവരും പുറത്ത് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു. അതാ ഞാൻ വിളിപ്പിച്ചേ. ഈ ഉണ്ടായതിൽ തനിക്കൊരു റോളില്ല കേട്ടോ. അതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹാർട്ടിൽ ചെറിയൊരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഡിഫക്റ്റാ. അതിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും. പിന്നെ സ്കൂളിൽ നിന്നത്തെ ടെൻഷനെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് വിജയ്ക്ക് ഒരു ബോധമില്ലാത്തതാ മെയിൻ പ്രോബ്ലം. എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാനൊരു ഡോക്ടറെ തന്നെ കെട്ടി. ട്രീറ്റ്മെൻറ്റ് 24 hours കൂടെ തന്നെ കാണും. എൻ്റെ കണ്ടീഷനിൽ ഹൈക്കിങ്ങും സ്വിമ്മിങ്ങൊന്നും അധികം പാടില്ലെന്ന്. എനിക്കിഷ്ടം അതൊക്കെ തന്നെ. പിന്നെന്ത് ചെയ്യാന്? നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ. തനിക്ക് വിക്കും, എനിക്ക് ഹാർട്ടും. അത്രയുള്ള ഡിഫറൻസ്. ഇത്തിരി കഞ്ഞി കഴിക്കൂ. മോളെ ഈ മാങ്ങ തിന്നു നോക്ക്. നല്ല ഉപ്പിലിട്ട മാങ്ങയാ. ഒന്ന് കൊണ്ടുപോണ്ട അവിടുന്ന്. ഇത്തിരിയുള്ള കുട്ടിക്കാ മാങ്ങ ഉപ്പിലിട്ടത്. ഒരു രുചിക്കേ. കഴിക്ക്. ഇത്തിരി കഞ്ഞി കുടിക്കും മോളെ. എന്താ കുട്ടി ഇത്? ഇതിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടാക്കണുണ്ടോ നീ? രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയേണ്ടി ചേച്ചൂരാ? എന്താടാ മുഖം വല്ലാതിരിക്കണേ? ഒന്നുമില്ല. മനുഷ്യനിട്ട് തീ തെറ്റിക്കേണ്ട കാര്യം എന്താ വെച്ചാ പറയടാ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ കഴിക്കാൻ നീ എടുത്ത് നോക്കി, ഞാൻ കൊടുത്തോളാം. എന്റെ ഈശ്വര, എന്തൊരു ദുരിതമായത്. കഞ്ഞി ഇഷ്ടമില്ല എന്നാ തോന്നണേ. പുളിശ്ശേരി കൂട്ടി കുറച്ച് ചോറ് കൊടുത്താലോ? ഒന്നും വേണ്ട, അച്ഛൻ ചെല്ലു.
എന്തൊക്കെ ഉണ്ടായാലും മോക്ക് നാളെ തന്നെ ഞാൻ അമ്മയെ കാണിച്ചു തരും. നോക്കിയേക്കാം ചുമ്മാ മെനക്കേട്. സ്കൂളിലേക്കല്ലോ സുധേ. പിന്നെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലോ? നിനക്കെന്താ അവിടെ കാര്യം? എന്നാ കയറിക്കോ, സ്റ്റേഷന് മുകളിൽ ചവിട്ടി തരാം. ഇല്ല. എന്താടാ, വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. രാജേട്ടാ പോവാ. കേറണ്ടാ. ആ കേറ് 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 കേറ്. ആ പെട്ടെന്ന് കേറ്. എങ്ങോട്ടാണോ? പോലീസ് സ്റ്റേഷൻ. കുറുപ്പാണ് സ്കൂളിലെ ഈ തരികടയെ കാണിച്ചെന്ന് താൻ കുറയൊന്ന് പറയൂ. എന്താടോ ഇപ്പൊ തന്നെ മുട്ട് പറിച്ചു തുടങ്ങിയോ? എനിക്ക് വിൽക്കണ്ട സാർ. താൻ പറയൂടോ. ഞാൻ പറയും സാർ. എനിക്കാരും പേടിയില്ല. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയും. മാഡത്തിനൊന്നും അറിയില്ല. ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലല്ലോ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച അതായിരുന്നു. ആ കാഴ്ചയ്ക്ക് എൻ്റെ ജോലിയേക്കാളും പേടിയേക്കാളും ഒക്കെ ഒരുപാട് വിലയുണ്ടെന്ന് അന്നെനിക്ക് മനസ്സിലായി.